ഇഡിയറ്റ്. വാടാ പോകാം. സിധു, നിന്റെ ഈ ഷർട്ടിൽ എന്താ? ആ, അത് കോഫി വീണതാ. നീ വാ. എന്നെ അവൾക്ക് ശരിക്കും അറിയില്ല. നീ ഇത് ആരെ പറ്റിയാ പറയുന്നേ? ഇന്ന് രാവിലെ ഉണ്ടായ കാര്യം നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? ഓ, നിന്റെ ഉണ്ണിയാർച്ച. അല്ല, നീ അത് വിട്ടില്ലേ? എടാ, ഞാനത് അന്നേരമേ വിട്ടതാ. പിന്നെന്താ? നന്ദുമ്മ, ഞാൻ എത്തി. ഇതെന്താ പാട്ട് കച്ചേരിയോ? നീ എന്തിനാടി ഇത് ഓഫ് ചെയ്തേ? പാട്ട് കേൾക്കണമെങ്കിൽ നല്ല റൊമാൻറ്റിക് സോങ്സ് ഇട്. ഇതൊരുമാതിരി തേപ്പ് പാട്ടും കേട്ട്, അതും ജാമ്പവൻ കാലത്തുള്ളത്. ഇനി എന്ത് തേപ്പ് കിട്ടാന്? ദേ നോക്കിക്കേ, എന്താണ് മേഡം? എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അതില്ലേ അച്ചു. അയ്യോ, ഇതാണോ കാര്യം? ആള് കൊള്ളാലോ. അവള് മിടിക്കുക. എങ്ങനെ നീ പോയി അവളെ അങ്ങ് കെട്ട്. ദാസങ്ങളിനോട് ഞാൻ പറയാം. അവന്റെ ഒരു പോടാ. ഇതാണോ വലിയ കാര്യം? എന്റെ പൊന്നു നന്ദുമാ, ഇതങ്ങ് അങ്കിളിനോട് പറഞ്ഞാൽ പോരെ? അച്ചു, അത് വേണോ? അച്ഛൻ അറിഞ്ഞ നന്ദുമയ്ക്ക് വയ്യെങ്കിൽ ഞാൻ അങ്കിളിനെ വിളിച്ചു പറയാം. അയ്യോ വേണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഗുഡ് ഗേൾ. ആ, നിങ്ങളെത്തിയോ? എന്താ കിടന്നില്ലേ? ഇല്ല, ഞാൻ സാറിനെ കാത്തിരിക്കുമായിരുന്നു. വൈഷ്ണവേട്ടാ, ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇടയിൽ എന്തിനാ ഈ ഫോർമാലിറ്റി? എന്റെ അച്ഛന്റെ അടുത്ത സുഹൃത്തിന്റെ മകനായിട്ടല്ല, സ്വന്തം ഏട്ടനായിട്ടാ ഞാൻ കാണുന്നത്. അവൻ മാത്രമല്ല, ഈ ഞാനും. പ്രണവ് ദാസ് സിദ്ധുവിന്റെ അടുത്ത സുഹൃത്ത്. ചെറുപ്പം മുതലേ അവരൊരുമിച്ചാണ്. അമ്പലപ്പാടി തറവാടിലെ കാര്യസ്ഥൻ ദാസിന്റെ മൂത്ത മകൻ. പ്രണവിനെ പഠിപ്പിച്ചതെല്ലാം രാജശേഖരനായിരുന്നു, അതും സ്വന്തം മകനെ പോലെ. ഇത് വൈഷ്ണവ് കൃഷ്ണൻ, രാജശേഖരന്റെ സുഹൃത്തിന്റെ മകൻ. വൈഷ്ണവിന്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. പിന്നെയുള്ള അവന്റെ ലോകം അനിയത്തി മാത്രമായിരുന്നു. ഒടുവിൽ അവളും അവനെ വിട്ടു പിരിഞ്ഞു. അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ, കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ? അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ, കണ്ണുനീർ പുഴവക്കിൽ നിന്നെ തനിച്ചാക്കി പോയതാരാണ്? മിന്നിടി മിന്നിടി മിന്നമീനുങ്ങേ മിന്നും നക്ഷത്ര പെണ്ണേ. വൈഷ്ണവേട്ടന് എന്താ എന്നോട് പറയാനുള്ളേ? ഓഫീസ് റിലേറ്റഡ് ആണോ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ PA പോസ്റ്റിന്റെ കാര്യം. എനിക്ക് ഈ PAന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ വർക്ക് ലോഡ് കൂടിയത് കൊണ്ടാ ഒരാളെ കണ്ടുപിടിക്കാനോ വൈഷ്ണവേട്ടനോട് പറഞ്ഞത്. പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട്. ആക്ച്വലി ആ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നോക്കിയാ ഞാൻ PA പോസ്റ്റിലോട്ട് സെലക്ട് ചെയ്തേ. ബട്ട് ആ കുട്ടിയുടെ പ്രൊഫഷൻ മോഡലിംഗ് ആണ്. സിധു എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്. PA പോസ്റ്റ് കൂടാതെ മോഡലിംഗ് കൂടെ ചെയ്യാൻ ചാൻസ് കൊടുക്കണം. അല്ല, ഈ വേണ്ടപ്പെട്ട കുട്ടി എന്ന് പറയുമ്പോ എന്താണ് വൈഷ്ണവേട്ടാ ഒരു ചുറ്റിക്കളി? അങ്ങനെയൊന്നുമില്ല. എടാ സിദ്ധു, നീ അതൊന്ന് സെറ്റ് ആക്കി കൊടുക്കും മാൻ. ഇതാണ് ആ കുട്ടിയുടെ ഡോക്യുമെന്റ്സ്. ഞാൻ നോക്കാം. വൈഷ്ണവേട്ടാ ഒന്നിങ്ങി വന്നേ. ഇതാ വരുന്നു. ഇത് അവളല്ലേ? അലീന ജേക്കബ്.
ഇൻട്രസ്റ്റിംഗ്. എന്റെ മാതാവേ, ഡ്രാക്കുള. വാട്ട്? ഫസ്റ്റ് ഇംപ്രഷൻ പോയിട്ട് ലാസ്റ്റ് ഇംപ്രഷൻ പോലും ഉണ്ടായിരുന്നില്ല. ഇയാളെന്നെ കൊല്ലാതെ ഇരുന്നാൽ മതി. ഹായ്, ഗുഡ് മോർണിംഗ് സർ. ഇയാളുടെ ഓർമ്മ അടിച്ചു പോണേ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ഇതെന്ത് മറിമായം? ഡോക്യുമെന്റ്സ്. ഇതാ. അലീന ജേക്കബ്. അപ്പോ ഉണ്ണിയാർച്ച എന്നല്ല. അത് സാർ, എനിക്കൊരു അബദ്ധം. പ്രൊഫഷൻ മോഡലിംഗ്, അല്ലാതെ വഴിയെ പോകുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല. സോറി സാർ, ആളറിയാതെ പറ്റിപ്പോയതാ, ക്ഷമിക്കണം. ആഹാ, അപ്പോ തനിക്ക് മാന്യമായി മിണ്ടാൻ അറിയാം. അത് സോ മിസ് അലീന ജേക്കബ്, ഇത് ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള കോൺട്രാക്റ്റ് ആണ്. വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്യാം. താനത് വായിച്ചിട്ടാണോ? അതെ സാർ. ഹലോ, എവരിവൺ ഷുഡ് കം ടു ദ കോൺഫറൻസ് ഹാൾ. അലീന, ഫോളോ മീ. ഇതെന്താ പെട്ടെന്നൊരു മീറ്റിംഗ്? മേ ബി പുതിയ സ്റ്റാഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും. കൊച്ചു കൊള്ളാം. നന്നാവണമെന്ന് തീരെ താല്പര്യമില്ലല്ലേ? മീറ്റ് മിസ് അലീന ജേക്കബ്. ഹായ്. എന്റെ പുതിയ അസിസ്റ്റന്റ് ആണ്. പിന്നെ അലീന നല്ലൊരു മോഡൽ കൂടിയാണ്. എന്തുകൊണ്ടും ഒരു സൂപ്പർ ടാലന്റഡ് ഗേൾ. ഞാനും ഇയാളിനെ ആക്കിയതാണ്. ഇന്നു മുതൽ എന്റെ പകുതി ജോലിയും അലീന ആയിരിക്കും ചെയ്യുന്നത്. സോ എല്ലാരും നല്ലൊരു കയ്യടിയോടുകൂടി എന്റെ പുതിയ അസിസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. താങ്ക് യു സർ. താങ്ക് യു ഫോർ വാട്ട്? അത് എന്നെ റിജക്റ്റ് ചെയ്യാത്തതിൽ. താൻ ശരിക്കും ഈ കോൺട്രാക്ട് വായിച്ചില്ല എന്ന് തോന്നുന്നു. ഇനി മുതൽ എന്റെ പകുതി ജോലിയും താൻ ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് ഇയാൾക്ക് 24 മണിക്കൂറും ജോലി ഉണ്ടായിരിക്കും. 24 മണിക്കൂറോ? ഞാൻ തരുന്ന ഡ്യൂട്ടീസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രം തനിക്കിവിടെ മോഡലിംഗും ചെയ്യാം. പിന്നെ ഞാൻ ഏത് പാതിരായ്ക്ക് വിളിച്ചാലും തനിക്ക് വരേണ്ടി വരും. കേട്ടല്ലോ? സർ. വെൽ, ഐ ആം സിദ്ധാർത്ഥ് രാജശേഖർ. വെൽക്കം ടു മൈ കമ്പനി. എവരിവൺ, മീറ്റിംഗ് ഡിസ്പേഴ്സ്ഡ്. കാലമാണ് ഇയാളിന്റെ ചോര ഊറ്റി കുടിക്കും. എന്റെ മാതാവേ, ഏത് സമയത്താ എന്തോ. എന്റെ ദേവി, ഇതുവരെ കണ്ടില്ലല്ലോ. മോളെ, നിന്റെ കാൾ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല. ഫസ്റ്റ് അവർ അയാളുടെയാ. നീ ഇങ്ങ് വന്നേ. നിനക്ക് അത്യാവശ്യമാണെങ്കിൽ പോയി ക്ലാസ്സിൽ കയറിക്കോ. ഈ ലോകം തന്നെ അവസാനിച്ചാല് എന്നെ അയാൾ ക്ലാസ്സിൽ കേട്ടില്ല. ചേടാ, എടി നീ ഇനി എങ്ങനെ പറ, സാറ് നീയും തമ്മിൽ എങ്ങനെയാ പരിചയം? അതൊരു വലിയ കഥയാ മോളെ. സാരമില്ല, ചുരുക്കി പറഞ്ഞാൽ മതി. എനിക്ക് ഒരു അത്യാവശ്യമില്ല.
അത് ദേ അച്ഛൻ എത്ര പെട്ടെന്ന് എത്തിയോ? അവനെവിടെ? അത് അവിടെ. സാറിന് വേണമെങ്കിൽ ഈ അവർ എടുത്തോ. ഹലോ, നമസ്കാരമുണ്ട്. ഇതാര്? ശങ്കർ ജിയോ? രക്ഷകർത്താവ് ഇല്ലാതെ എന്റെ കുട്ടിയെ ക്ലാസ്സിൽ കേട്ടില്ലെന്ന് പറഞ്ഞു. എന്താ സാർ ഇത്? മനസ്സിൽ പഴയ വിദ്വേഷം വെച്ചാണെങ്കിൽ അത് തനിക്ക് തന്നെ ദോഷം ചെയ്യും. എന്റെ തന്തയുടെ പേര് രാമകൃഷ്ണൻ എന്നല്ല. തന്റെ ഭീഷണിയൊക്കെ അങ്ങ് നാട്ടില്, ഇവിടെ എടുക്കണ്ട. ഡോ, ആദ്യം തന്റെ മോൾ അനുസരണ പഠിപ്പിക്കും, എന്നിട്ടല്ലേ മറ്റുള്ളവരെ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങളുടെ മോൾക്ക് കൊള്ളാം. അതുകൊണ്ട് സാർ ചെന്നാട്ടെ, മോളെ പറഞ്ഞ് മനസ്സിലാക്കും, എന്നിട്ട് ക്ലാസ്സിൽ കയറാൻ പറ. ഇട ചെക്ക, നീ ഒരുപാട് കയറി അങ്ങ് നിഗളിക്കാതെ. എത്രയൊക്കെ നീ വളർന്നാലും നാട് വിട്ടു പോയ ആ പിഴച്ചവളുടെ മോനാ നീ. അച്ഛാ ഓ, പ്രായത്തിൽ മൂത്ത് കാണുന്നൊന്നും ഞാൻ നോക്കില്ല. നിങ്ങളെ അച്ഛൻ വേണ്ട. ഇവന്റെ ഒക്കെ മുന്നിൽ എന്നെ കൊണ്ട് എത്തിച്ചല്ലോ. മടിങ്ങോട്ട്. അച്ഛന്റെ കൈ. ഇയാളെന്താ കുട്ടി കൊടുക്കുന്നത്? ഇതാണോ സാറിന്റെ അച്ഛൻ? അയ്യേ, അല്ലായിരിക്കും. ഇത്രയും ലുക്കുള്ള അച്ഛനോ? അത് ഈ ഡ്രാക്കുളയ്ക്ക് ആ കട്ടി മീശ കണ്ടാലേ അറിയാം ഇയാളുടെ അച്ഛനല്ലാന്ന്. തമ്പുരാട്ടി ഇവിടെ ജോലിക്ക് തന്നെയല്ലേ വന്നത്? അതോ എന്റെ DNA ടെസ്റ്റ് എടുക്കാനോ? സോറി സാർ. ശേ, ആകെ നാണുന്നുണ്ട്. ദേ, ഈ ഫയലൊക്കെ 1/2 മണിക്കൂറിനുള്ളിൽ നോക്കിയിട്ട് ഈ ഫോം ഫിൽ ചെയ്യണം. പിന്നെ തന്റെ സീറ്റ് ആ നേരെ കാണുന്നതാ. ഓക്കെ സാർ. മേ ഐ കം ഇൻ? യെസ്. അലീന, യു മേ ലീവ് നൗ. എന്താ വൈഷ്ണവേട്ടാ, പുതിയ കുട്ടി എങ്ങനെയുണ്ട്? നോക്കാം, ആള് ഇപ്പം ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. അല്ല, വൈഷ്ണവേട്ടൻ എങ്ങനെയാ അലീനയെ പരിചയം? അത് ഹലോ. ഓ, ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. ഓക്കെ ഓക്കെ. വൈഷ്ണവേട്ടാ, നമ്മുടെ ഈ ന്യൂ പ്രോഡക്റ്റിന്റെ ഷൂട്ട് ഉടനെ തുടങ്ങും കേട്ടോ. അതിനെ പറ്റിയൊരു സൈറ്റ് ആരോമൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നേരിട്ട് പോയി നോക്കണം, കഴിവതും ടുഡേ ഇറ്റ്സെൽഫ്. അയ്യോ, എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാനത് ഓർക്കില്ല. ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ മാനേജ്. പിന്നെ കൂടെ അസിസ്റ്റന്റ് ഒരാളുണ്ടല്ലോ. അല്ല, ആ കുട്ടി ഒറ്റയ്ക്കോ? ഷീ ഈസ് നോട്ട് എ കിഡ്. ഞാൻ അപ്പോയിന്റ്മെന്റ് ചെയ്ത എന്റെ അസിസ്റ്റന്റ് മാത്രമാണ്. ഇനി അതിനപ്പുറം എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ അത് ഇവിടെ വേണ്ട. കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാവർക്കും ബാധകമാണ്, ഈവൻ ഫോർ മീ. സോറി സാർ. ഓക്കെ, വൈഷ്ണവേട്ടൻ ചെല്ലേ. ഡ്രാക്കുള 1 മണിക്കൂർ കൊണ്ട് ഇത്രയും ഫയൽസ് ഞാൻ എപ്പോ നോക്കി തീരാനാ? ഇത് മനഃപൂർവ്വ. എന്തെങ്കിലും ആകട്ടെ. ഫസ്റ്റ് ഇംപ്രഷനും വെള്ളത്തിലായി, സെക്കൻഡ് ഇംപ്രഷൻ കോഫിയിലും, മൂന്നാമത്തതെങ്കിലും എന്റെ മാതാവേ. സാർ,
എന്താ നന്ദിനി, തനിക്കിപ്പോ ക്ലാസ് ഇല്ലേ? മാപ്പ്. എന്റെ അച്ഛൻ അതിന് നന്ദിനി എന്തിന് ക്ഷമ ചോദിക്കണം? കേട്ട് മരവിച്ചത് കൊണ്ട് എനിക്കിതൊന്നും പുത്തരിയല്ല. പിന്നെ തന്റെ അച്ഛൻ എന്നോട് ഇത്ര വിരോധം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നെയോ നിന്റെ വീട്ടുകാരെയോ ദ്രോഹിച്ചിട്ടില്ല. ഇനി ഞാൻ അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തന്ന ശങ്കറിനോട് തന്നെ ചോദിക്കേണ്ടി വരും. ദേ എന്റെ അച്ഛനെ പറഞ്ഞുണ്ടല്ലോ. പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഡോ നീ കഴിച്ചുകൊണ്ട് സംസാരിക്കുന്നോ? നിന്നെ ആ എന്റെ കൈ. വിടാ. ഇല്ലെങ്കിൽ ക്ലാസ്സിൽ പോടി. താങ്കളോട് മുഴുത്ത് കാളെ. ഡി ഓടിച്ചാടി നടക്കുമ്പോ താഴെ നോക്കി നടക്കണം. വായി നോക്കിയാൽ ഇതുപോലെ വീണു പോകും. വീണാലും ഇതുപോലെ താങ്ങാക്കാൻ നിങ്ങളെന്റെ കൂടെ ഉണ്ടല്ലോ. നന്ദിനി, നീ ക്ലാസ്സിൽ ചെല്ലും. പോകുവാണോ? പൊടി. നന്ദിനി. ആ എന്താണ് മോളെ? സർ, മേ ഐ കം ഇൻ? യെസ്. ഇവളോ? ഇതാ സർ. ഇത്ര പെട്ടെന്നില്ല ആ, നമുക്ക് കഴിയും. സമയം നോക്കണ്ട, 1/2 മണിക്കൂർ ആയിട്ടില്ല. ഡോക്യുമെന്റ്സ് എല്ലാം നോക്കി ഫോമും ഫില്ല് ചെയ്തു. എന്റെ മാതാവേ, ഇതെങ്കിലും കൃത്യമായി ചെയ്യാൻ പറ്റിയില്ല. തന്നെ നാടെവിടെയാ? ആ? തനിക്ക് കേൾവിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല സർ. ആ അല്ല, നാട് ട്രിവാൻഡ്രം. അപ്പോ ചെവി കേൾക്കാം. വീട്ടിലാരൊക്കെ ഉണ്ട്? ഇയാളെന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? എന്താ? ആ, വീട്ടില് പപ്പ മമ്മ പിന്നെ ഞാനും. സിബ്ലിങ്സ്? ഇല്ല. ദാറ്റ് മീൻസ് സിംഗിൾ ചൈൽഡ്. ഉം. ഇവിടെ അപ്പൊ എങ്ങനെയാ സ്റ്റേ? കൂടെ താമസിക്കാൻ ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരി ഇവിടെ തന്നെ ഒരു കോളേജിൽ PG ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. ബോയ് ഫ്രണ്ട്? എന്താ? കേട്ടില്ലേ? കാമുകൻ ഉണ്ടോ എന്ന്? ഇതുവരെ ഇല്ല. എന്തോ എന്റെ ടേസ്റ്റിന് പറ്റിയ ഒരാളെ കണ്ടു കിട്ടിയില്ല. ഇനി കിട്ടിയാൽ 2 വർഷത്തേക്ക് നോക്കാൻ പറ്റില്ലല്ലോ. എനിക്കറിയാം ഇവിടത്തെ റൂൾസ് ഒക്കെ. സാർ മാരീഡ് ആണോ? താൻ എന്റെ കെട്ട് നടത്താൻ വന്നതാണോ? ബ്രോക്കർ പണിയൊന്നും എനിക്കില്ല. വാട്ട്? അപ്പൊ സാർ കെട്ടിയതല്ല. പക്ഷേ കണ്ടാലേ 2 പിള്ളേരുടെ അച്ഛനാണെന്ന് പറയും. യു അയ്യോ സാർ, ദേ ഫോൺ അടിക്കുന്നു. ഹലോ. യാ, ഞാൻ വരുന്നുണ്ട്. അലീന, ഐ വിൽ ഗിവ് യു 5 മിനിറ്റ്സ്. അതിനുള്ളിൽ തന്റെ ബാഗൊക്കെ എടുത്ത് എന്റെ കൂടെ വരാൻ താൻ റെഡി ആയിക്കോണം. എന്തിന്? പിന്നെ താനില്ലേ എന്റെ അസിസ്റ്റന്റ്. അപ്പോ ഞാൻ ഒഫീഷ്യൽ കാര്യത്തിന് എവിടെ പോയാലും താൻ എന്റെ കൂടെ ഉണ്ടാകണം. എന്താ ലീന, താൻ കോൺട്രാക്ട് സൈൻ ചെയ്തപ്പോ നേരെ വായിച്ചില്ലേ? 24 ഹവേഴ്സും തനിക്ക് ഡ്യൂട്ടി ഉണ്ടാകും. ഞാൻ എപ്പോ വിളിച്ചാലും താൻ വന്നിരിക്കണം. അത് ഇനി നട്ടപ്പാതിരായ്ക്കായാൽ കൂടിയും. ഞാൻ ഒരു കാര്യം ഒരു പ്രാവശ്യം മാത്രമേ പറയാറുള്ളൂ. ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ടു ടോക്ക് ടു യു. ചെല്ല്, ഗെറ്റ് റെഡി. ഡ്രാക്കുള മനപ്പൂർവ്വം എനിക്കിട്ട് പണി തരുക. നോക്കിക്കോ, ഇയാളെ ഞാൻ വെള്ളം കുടിപ്പിക്കും. അച്ചു, നീ എങ്ങോട്ടാ? ആർക്കറിയാം, എന്നെ അയാളുടെ കൂടെ വരാൻ വിളിച്ചു. എങ്ങോട്ടാണെന്നൊന്നും
എന്നോട് പറഞ്ഞില്ല. പോകാനോ? എങ്ങോട്ട്? അല്ല, എവിടെയാണെന്നുള്ളത് നീ ചോദിച്ചില്ലേ? ഓ, ഇനി അതിന്റെ കൂടെ കുറവേ ഉള്ളൂ. ബെഡ് 1 മുറി 2, അതാണ് അയാളുടെ പോളിസി. അതിന്റെ ഇടയിലല്ലേ ഞാൻ ചോദിക്കാൻ നിൽക്കുന്നത്. ശരാ, നിനക്ക് എന്ത് പറ്റി? ഓ, ഇനി എന്ത് പറ്റാൻ? എന്റെ ജീവിതം നായകയിലേ. നിന്നെ ഈ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഒത്തില്ല എന്ന് തോന്നുന്നു. എന്നതാ കാര്യം? എല്ലാം ഞാൻ പറയാം മധു. ഇപ്പൊ എന്റെ മൂഡ് ഒട്ടുമേ ശരിയല്ല. ദേ, അയാൾ ഇറങ്ങിയെന്ന് തോന്നുന്നു. ദേ, എന്റെ ആ മൊബൈൽ ഒന്ന് എടുത്തേ. എങ്ങനെ ചെല്ലട്ടെ? അവിടെ ചെന്നിട്ട് വിളിക്ക്. സർ, ആ വാ. ഈ മിന്നൽ മുരളി. നീ ഇതെങ്ങോട്ടാ? അല്ല, ബാക്ക് സീറ്റിലിരിക്കാൻ. ബാക്ക് സീറ്റിൽ കയറി ഇരിക്കാൻ ഞാൻ നിന്റെ ഡ്രൈവർ അല്ല. ഫ്രണ്ടിൽ കയറി ഇരിക്കണി. ഓക്കെ ബോസ്. അല്ല, സാറ് കേറുന്നില്ലേ? ആ ഇറങ്ങും. ഇതെവിടെയാ? നീ എന്ത് കിനാവ് കണ്ടോണ്ടിരിക്കുക? കാറിൽ നിന്ന് ഇറങ്ങാൻ. ഇതെന്റെ വീടാ. ഇപ്പൊ ഇവിടെ ആരുമില്ല. നീ കേറി വാ. എന്റെ മാതാവേ, നീയാണെന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പോ ഇതാണ് അമ്മ. അയാളെ പോലെയല്ല, കാണാൻ നല്ല ഐശ്വര്യമുണ്ട്. അലീന, ദേ ആ കാണുന്നതാ കിച്ചൺ. താൻ പോയി ഒരു കോഫി ഉണ്ടാക്ക്. എന്ത്? ഞാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കണം. തനിക്ക് വേണമെങ്കിൽ താൻ ഉണ്ടാക്കി കുടിക്ക്. ഞാൻ ആരുടെയും വേലക്കാരിയല്ല. പിന്നെ ഞാൻ ഈ ജോലിക്ക് കയറിയത് തന്നെ തന്റെ അടിമപ്പണി ചെയ്യാനല്ല. നീ എന്റെ ആരെയെന്ന് താൻ വീണ്ടും വീണ്ടും മറക്കുന്നു. ഞാൻ പറയും, താൻ അതനുസരിക്കും. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ തന്റെ പാഷൻ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന മോഡലിംഗ്, അത് ഞാനങ്ങ് എന്നേക്കുമായി ഇല്ലാണ്ടാക്കും. ഹലോ, സിദ്ധാർത്ഥിന് വാക്ക് ഒന്നേ ഉള്ളൂ. സോ മൈൻഡ് യുവർ ലാംഗ്വേജ്. പോയി കോഫി ഉണ്ടാക്കടി തമ്പുരാട്ടി. ഞാനൊന്ന് പോയി ഫ്രഷ് ആകട്ടെ. ചാക്കുള, തെണ്ടി, അളവിലാതി, ചെറ്റ. അയാളുടെ ഒടുക്കത്തൊരു കോഫി നന്നായി ഉണ്ടാക്കി കൊടുക്കാം.
അഥവാ ഇഷ്ടായില്ലെങ്കിൽ അതിലെന്റെ മെക്കിട്ട് കയറും. ഷുഗർ ഇത് ഷുഗർ തന്നെയാണോ? എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അല്ലെങ്കിൽ വേണ്ട. അഥവാ അയാൾക്ക് എന്റെ കോഫി ഇഷ്ടായാൽ വേണമെങ്കിൽ ഇവിടുത്തെ വീട്ടുജോലിയും എന്നോട് ചെയ്യാൻ പറയും. ഞാൻ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാലും അയാൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ഷുഗറിന് പകരം ഉപ്പായിക്കോട്ടെ. എവിടെ ഉപ്പ്? 1 2 3 4 5. നന്നായിട്ട് മിക്സ് ആക്കണം. ഡ്രാക്കുളെ, നിന്നെ കൊണ്ട് ഈ കോഫി ഞാൻ കുടിപ്പിച്ചില്ല എങ്കിൽ എന്റെ പേര് നീ നിന്റെ പട്ടിക്ക് അല്ല, അത് വേണ്ട, നീ നിന്റെ കുട്ടി കിട്ടോ. എവിടെ എന്റെ ബോസേട്ടൻ? ബോസേട്ടാ, കോഫി. സർ, കോഫി. ആഹാ, ഇത്ര പെട്ടെന്ന് കിട്ടോ? താൻ കുടിച്ചോ. അതെങ്ങനെ ശരിയാകും? താൻ ആദ്യമായി വീട്ടിൽ വന്നിട്ട് ഒന്നും തന്നില്ല എന്ന് വേണ്ട. സോ ഈ കോഫി താൻ കുടിച്ചോ. കുടിക്കടോ. അത് ഞാൻ കോഫി കുടിക്കാറില്ല. കോഫി കുടിക്കാത്ത ആളാണോ ഇന്നലെ റെസ്റ്റോറന്റിൽ വെച്ച് കോഫി വാങ്ങിയത്? അത് അന്ന് മനഃപൂർവ്വം ഒഴിക്കാൻ അല്ലേ? അതെങ്ങനെ ദേഷ്യം 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 വന്നിട്ട് ചെയ്തതാ. ഓക്കെ, ആരായിരുന്നാലും ചെയ്തു പോകും. എന്തായാലും താൻ ഈ കോഫി കുടിക്കേ. കുടിക്കാൻ വേണോ? കുടിക്കണേ. എന്തേ 5 സ്പൂൺ ഉപ്പ് പോരെ? നീ വീണ്ടും മറന്നു. ഇത് എന്റെ വീടാ. ഇവിടെ റൂംസ് ബാത്റൂംസ് ഒഴിച്ച് എല്ലായിടത്തും ഹിഡൻ ക്യാമറ ഉണ്ട്. നീ കളിക്കുന്നത് സിദ്ധാർത്ഥിനോടാ. അത് ഓർത്താൽ നിനക്ക് കൊള്ളാം. കേടോടി. ഇനി ഈ വീട്ടിൽ എന്ത് നടന്നാലും ഒരീച്ച പോലും അറിയാതെ നോക്കാൻ എനിക്കറിയാം. സോ എനിക്ക് നിന്നെ എന്തും ചെയ്യാൻ കഴിയും. എന്തും. അതെ, തന്റെ ഈ ഭീഷണിയിലൊന്നും വീഴുന്നവളല്ല ഞാൻ. ഓ, ഇത്രയ്ക്കായോ? നിൽക്കണില്ല. കയ്യിലൂടെ ഉണ്ടെങ്കിൽ വിടാനാ പറഞ്ഞത്. അടങ്ങി നിൽക്കുമല്ല. ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഓഹോ, എങ്കിൽ ഇതാ പിടിച്ചോ. മാറി എനിക്കായി സിദ്ധാർത്ഥ് ക്ഷേത്രപാലക സമര കൗതുക ഖഡ്ഗ ചാലക രക്ഷകം ക്ഷാത്രനായക സ്ഫൂർത്തിദായക കാര്യ സാധക ദക്ഷകം ഗുരുപ്രഹർഷണ കാരകം മമ പുത്ര സന്നിഭവായകം വാത്സല്യ ഭാവ പ്രേരകം നീ ഇത് എവിടെയായിരുന്നു?